സമൂഹത്തിൽ വലിയ പേരും സ്റ്റാറ്റസും ഒക്കെ ഉണ്ട്. പള്ളി പ്രസിഡൻ്റാണ്, കമ്മിറ്റിയിൽപ്പെട്ടതാണ്, ആൾക്കാരൊക്കെ ബഹുമാനിക്കുകയാണ്. പക്ഷെ വീട്ടിൽ ഭാര്യയ്ക്കും വീട്ടുകാർക്കും മക്കൾക്കൊക്കെ ഇയാളെ പേടിയാണെങ്കിൽ ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ചില മക്കൾ ഉപ്പ വരുമ്പോൾ പേടിയാണ്, ചില ഭർത്താവ് വരുമ്പോൾ പേടിയാണ്, പേടിച്ച് വിറയ്ക്കും. ചില വീട്ടുകാർ ഇയാൾ വരുമ്പോൾ പേടിക്കും. എന്തൊരു സിംഹം കാട്ടിലേക്ക് കയറിയതുപോലെ മറ്റ് മൃഗങ്ങൾക്ക് ഓടി ഒളിക്കുന്ന പോലെയാണ് ചില വീട്ടിലെ സ്ഥിതികൾ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മുഹമ്മദും എന്നൊക്കെ പേരുമുണ്ട്. ഇതൊക്കെ വളരെ മോശപ്പെട്ട അഖ്ലാഖാണ്. ഇതൊന്നും ഒരു വിശ്വാസിക്ക് യോജിച്ച ഒരു സ്വഭാവമല്ല. ഓക്കെ, നമ്മൾ സ്വന്തത്തോട് നിയന്ത്രിച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ളവർ നിയന്ത്രിക്കേണ്ട ആദ്യത്തെ ലെവൽ ആരെയും ദ്രോഹിക്കരുത്. നാവ് കൊണ്ടും കൈ കൊണ്ടും നോട്ടം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരാളെയും നമ്മൾ ദ്രോഹിക്കരുത്. നമുക്ക് അതിന് അവകാശമില്ല. നമ്മളോട് ദ്രോഹിക്കാനല്ല വന്നത്, നമ്മളോട് സ്നേഹിക്കാനാണ് വന്നത്. സ്നേഹമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ, കാരുണ്യമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. അത് നിൻ്റെ ഹൃദയത്തിലില്ലെങ്കിൽ നിനക്കെന്തോ പ്രശ്നമുണ്ട്. അല്ലാതെ ഇവിടെ ഭരിക്കാനും മറ്റുള്ളവരെന്നെ കണ്ടാൽ എഴുന്നേറ്റിക്കണം, മറ്റുള്ളവരെന്നെ കണ്ടാൽ കുമ്പിട്ട് നിൽക്കണം, അങ്ങനെയൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. സ്നേഹിക്കാനും കാരുണ്യം ചെയ്യാനും നിനക്കാവില്ലെങ്കിൽ പിന്നെ നിനക്ക് പ്രശ്നമുണ്ട്. നിന്റെ ദീനിന് പ്രശ്നമുണ്ട്. നീ മനസ്സിലാക്കിയ ദീനിന് പ്രശ്നമുണ്ട്. നീ ദീനിനെ മനസ്സിലാക്കിയിട്ടില്ല. വലിയ താടിയും വലിയ തലപ്പാവും തൊപ്പിയൊക്കെ ഇട്ടിട്ട് വീട്ടുകാർക്ക് നിന്നെ പേടിയാണെങ്കിൽ നീ മനസ്സിലാക്കിയ ദീനിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഒരാളെയും ദ്രോഹിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല ഒരു വിധത്തിലും. ഓക്കെ, നമ്മൾ കാരണം ഒരാളുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. നമ്മൾ കാരണം ഒരാളുടെ കണ്ണ് നിറയാൻ പാടില്ല. എങ്കിൽ നമുക്കൊരു പ്രോബ്ലമുണ്ട്.